ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി സൈലൻസർ ഈഡ്സ് യൂണിറ്റ് ഐഷർനാട്ട BS6 അതിൻ്റെ നമ്മളെ ആബ്ലൂൻ്റെ സാധനങ്ങൾ ഇതൊക്കെ അത് അയച്ചില്ല കേട്ടാ. അത് വണ്ടി ടോ ചെയ്ത് വന്നാ കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി ചാട്ടാൻ കൊണ്ട് പിടിക്കാണ്ടൊക്കെ. അപ്പോൾ നമ്മളിതിൻ്റെ പണി ചെയ്ത് പിന്നെ ഇതിന് കുറച്ച് പണി ഉണ്ടായിരുന്നു. ടർബോ പോകണമെന്നുണ്ട്. അത് ടർബോ ഒരു ഇലക്ട്രോണിക് ആക്ച്വേറ്റർ ടൈപ്പ് ടർബോ ആണ്. അപ്പോൾ ടർബോ പോണത് കയറ്റി ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ആബ്ലൂൻ്റെ ഭാഗം, അതായത് ഈ സൈലൻസറിൻ്റെ ഭാഗം കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ആ കംപ്ലൈൻറ്റുകൾ തീർത്ത് നമുക്ക് കയറ്റണം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മളെ ഈ BS6 പണികൾ വരണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഭാഗമല്ല, മെയിനായിട്ട് ഈ സൈലൻസർ ഈഡ്സ് യൂണിറ്റിൻ്റെ ഭാഗം. അതായത് നമ്മളെ BS6 നോംസ് അനുസരിച്ച് ഇത്ര അതായത് കാർബൺ മോണോക്സൈഡ് ആയാലും ഇത്ര അളവ് വേണമെന്നുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഗവൺമെൻറ് ഈ ഒരു റൂള് കൊണ്ടുവന്നപ്പോൾ അതിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു സൈലൻസറാണ്. സൈലൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റ് സിസ്റ്റം. അതാണ് ഈ ഈഡ്സ് യൂണിറ്റ്. ഇതിൽ 4 ഭാഗമുണ്ട്. അതായത് DOC, പിന്നെ നമ്മളെ DPF കേട്ടിട്ടുണ്ടാവും എല്ലാവരും. DPF എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടാവും. പിന്നെ SCR ടെക്നോളജിയും പഠിച്ചിട്ടുണ്ടാവും. അത് BS4 തൊട്ട് SCR വരുന്നുണ്ട്. പിന്നെ നമ്മളെ AC അമോണിയ സിൽപ്പ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഈ 4 ഭാഗമായിട്ടാണ് നമ്മളെ സൈലൻസർ വരുന്നത്. ഇതേക്കണ്ട ഇതേപോലെ 4 ഭാഗമായിട്ട്, ഇത് 1, 2, 3, 4 ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് ടെമ്പറേച്ചർ സെൻസറുകളും, ഇതെല്ലാം പറയാൻ സമയമില്ല, കുറച്ച് ടെമ്പറേച്ചർ സെൻസറുകളുണ്ടാവും, പ്രഷർ സെൻസർ ഉണ്ടാവും, നോക്ക് സെൻസർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതായത് ഇതാണ് നമ്മളെ ആഡ്ബ്ലൂ സ്പ്രേ ചെയ്യണ പമ്പല്ല, ഇഞ്ചക്ടർ. അപ്പോൾ ഇതാണ് നമ്മളെ ആഡ്ബ്ലൂ മിക്സ് ചെയ്യണത്. നമ്മൾ എക്സോസ്റ്റ് ഗ്യാസിൽ മിക്സ് ചെയ്യണ ചാമ്പറാണ് അത്. ഇതാണ് ആഡ്ബ്ലൂ മിക്സ് ചെയ്യണ ചാമ്പർ. ഇതിൻ്റെ ഉള്ളിൽ ഇതാണ്ട, ഇതിൽ ആഡ്ബ്ലൂ മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ നൈട്രജൻ ഓക്സൈഡിനെ മാറ്റിയിട്ട് നൈട്രജനും നമ്മളെ H2O ആക്കിയിട്ട് പുറത്തേക്ക് വിടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പൊല്യൂഷൻ കുറയണം. നമ്മളെ എഞ്ചിനിൽ നിന്ന് മെയിനായിട്ട് 4 സാധനം വരണത്. നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ വരും, പിന്നെ നമ്മുടെ ഡീസൽ പാർട്ടിക്കുലേറ്റ്, അതായത് കാർബണിൻ്റെ പൊടികൾ വരും, കരി വരും, പിന്നെ ഏതൊക്കെ പറഞ്ഞു, കാർബൺ മോണോക്സൈഡ് വരും. അപ്പോൾ ഇതിനൊക്കെ ഹാംഫുൾ അല്ലാത്ത കാർബൺ മോണോക്സൈഡിനായാലും ഇതിനായാലും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് വിടും. പിന്നെ നൈട്രജൻ ഓക്സൈഡിനെ വെറും നൈട്രജനായിട്ട് വിടും. പിന്നെ ഹാംഫുൾ അല്ലാത്ത H2O ആക്കി വിടും. അങ്ങനെ പിന്നെ ഈ പർട്ടിക്കുലേറ്റ് സാധനങ്ങൾ നമ്മൾ ഈ DPF അടിഞ്ഞു കൂടും. എന്നിട്ട് മാക്സിമം പുറത്തേക്ക് കാർബൺ വിടാണ്ട് നോക്കും. അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കരിനെ ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ട്രാപ്പ് ചെയ്യണ ഫിൽറ്ററാണ് ഇത്. DPF വേണ്ട, ട്രാപ്പ് ചെയ്യുക. ഇത് ജാമായി കഴിഞ്ഞ് പിന്നെ വണ്ടി വലിക്കില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇത് ചെയ്തിട്ട് നമ്മളിനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ നമുക്ക് വേറെ നല്ല വീഡിയോ വീണ്ടും കാണാം. ബൈ.